ഡയാലിസിസ് രോഗികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുവാൻ സൗജന്യ പോഷകാഹാര പദ്ധതിക്ക് കുമളി റൂറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ സർവീസ് തുടക്കം കുറിച്ചു. ക്രോസ് നടത്തുന്ന ഡയാലിസിസ് സെന്ററിൽ നിലവിലുള്ള സൗജന്യ ഡയാലിസിസ് പദ്ധതിക്ക് പുറമെയാണ് ഇവിടെ എത്തുന്ന രോഗികളുടെ ആരോഗ്യ സുരക്ഷ ലക്ഷ്യമിട്ട് സൗജന്യ പോഷകാഹാര പദ്ധതിയും ആരംഭിച്ചിരിക്കുന്നത്. രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള പോഷകാഹാരങ്ങളാണ് നൽകുക. ഡയാലിസിസിന് വിധേയരാകുന്നവരുടെ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരാറുണ്ട്. പണത്തിന്റെ കുറവ് കൊണ്ട് ആവശ്യമായ മരുന്നുകൾ പോലും മുടക്കുന്ന അവസ്ഥയാണ്. ഇത് ബോധ്യപ്പെട്ടതോടെയാണ് ഇത്തരത്തിലുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് പദ്ധതി നടപ്പാക്കാൻ സംഘടന തീരുമാനിച്ചത്. അട്ടപ്പള്ളം ക്രോസ് ഡയാലിസിസ് സെന്ററിൽ നടന്ന കുടുംബസംഗമത്തിൽ പീരുമേട് MLA അഡ്വക്കേറ്റ് സിറീഖ് തോമസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വലിയ നില തന്നെ ഇതിനുവേണ്ടി വളരെ ത്യാഗം അനുഷ്ഠിച്ച് ഇവിടെ പ്രവർത്തിച്ചു വരുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇത്രയും ഭംഗിയായിട്ട് ഇത്രയധികം ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായിട്ട് മാറിയത്. അതിന് എനിക്കും വളരെ സന്തോഷമുണ്ട്. ഞാൻ സംഘടനാ ചെയർമാൻ ആന്റണി ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസഫ് പുത്തുമ്പുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ചാരിറ്റി ചെയ്യുമ്പോൾ കള്ളപ്പുണ്യാലും കണ്ണപ്പുഴയായി ആൾക്കാർ കമന്റ് പറയും. അത് കേൾക്കുമ്പോൾ തളരാതെ മുന്നോട്ടുവാൻ കഴിയുന്ന ഒരു സേവ കൂട്ടായ്മ അതായിരിക്കണം ക്ലോസ് ചാരിറ്റി കൂട്ടായ്മ. അതിന് പ്രവർത്തിക്കുന്നതിന് ഫലമായിട്ടാണ് ദൈവം ഇത്രയൊക്കെ വളർത്തുക. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മണിമേഖല, ആൻസി ജെയിംസ്, കുമളി സെന്റ് പീറ്റേഴ്സ് മർത്തോപ്പള്ളി വികാരി ഫാദർ വിജയ് മാമൻ മാത്യു, ഫാദർ ജെബിൻ വിനോദ് തോമസ്, സംഘടനാ സെക്രട്ടറി ലിറ്റു ജേക്കബ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.